തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി. 1 മാസത്തേക്കാണ് ടോൾ പിരിവ് കോടതി തടഞ്ഞത്. ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, കോടതി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്? ഈ 4 ആഴ്ചത്തേക്കാണ് ഈ പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഇതിൽ ഉടൻ നടപടി സ്വീകരിക്കണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റി ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി 3 ആഴ്ചത്തെ സമയമായിരുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ ടോൾ പിരിവ് നിർത്തിവെച്ച് തന്നെ ഇതിന് പരിഹാരം കാണാനാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ടോൾ പിരിവ് നടത്തുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ പണം ഉപയോഗിക്കുകയും കൃത്യമായ യാത്രാ സൗകര്യം ഒരുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഈ ഗതാഗത കുരുക്കുള്ളത്. അതിന് ഉടൻ പരിഹാരം കാണും. 3 ആഴ്ചത്തെ സമയം മതി എന്ന് ദേശീയപാത അതോറിറ്റി കോടതിയിൽ അറിയിച്ചിരുന്നു. എന്നാൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിലപാടെടുത്തത് ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്നത് തന്നെയാണ് ഉചിതം എന്നത് തന്നെയായിരുന്നു. തൃശൂർ DCC പ്രസിഡന്റും അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായത്. ചെറിയ ദൂരത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ് എന്ന് ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ ആഴ്ച കോടതിയിൽ അറിയിച്ചിരുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നതായിരുന്നു. എന്നാൽ ഹർജിക്കാർ കോടതിയിൽ ഈ കഴിഞ്ഞ തവണയും നിലപാട് സ്വീകരിച്ചത് ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. നിലവിൽ ഇപ്പോഴും ഗതാഗത കുരുക്ക് ഈ സ്ഥലങ്ങളിലുണ്ട് എന്ന് തന്നെയാണ്. കോടതി ഏതായാലും ശക്തമായ നടപടിയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. പാലിയേക്കരയിലെ ടോള് നിർത്തിവെക്കാനും 4 ആഴ്ചയ്ക്കുള്ളിൽ യോഗം ചേരാനുമാണ് കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ ഇതിൽ നടപടി സ്വീകരിക്കണം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേരണം. ഗതാഗത കുരുക്ക് പരിഹരിച്ചാൽ മാത്രം ടോൾ പിരിക്കാം എന്ന നിലപാടിലായിരുന്നു കോടതി ആദ്യഘട്ടത്തിൽ മുതൽ ഉണ്ടായിരുന്നത്. ഏതായാലും അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഈ ഉത്തരവ്, നിർണായകമായ ഈ ഉത്തരവ് വന്നിട്ടുള്ളത്.